ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കൊതുകിൻ്റെയും ഈച്ചയുടെയും ഒക്കെ ശല്യം രൂക്ഷമായിരിക്കുകയല്ലേ. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഹാർഡായിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ അവകളെയൊക്കെ തുരത്താമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ വേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കർപ്പൂരം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കത്തിച്ച് വെക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സന്ധ്യാസമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുക്, ഈച്ച, അതുപോലെ തന്നെ കൊച്ചീച്ചകളുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അരിവേപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾ, ഈ കർപ്പൂരത്തിന്റെ ഒക്കെ സ്മെല്ല് പ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇത് നമ്മൾ പുകയ്ക്കുന്നതിലൂടെ അവകളൊക്കെ ഏത് മൂലകളിൽ ഉണ്ടെങ്കിലും ഓടി രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഉറപ്പായിട്ട് 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഹാർഡായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ നമ്മൾ കത്തിച്ച് വെക്കുന്ന സമയത്ത് പ്രായമായവരും കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് അത് നമുക്ക് ദോഷമായി ബാധിക്കുന്നതാണ്. എന്നാൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ശ്വസിക്കുന്നതിലൂടെ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകി മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങയില ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും അതുപോലെ തന്നെ പ്രമേയം, കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വിളർച്ച മാറ്റാനും സഹായിക്കുന്നുണ്ട്. വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഈ ജ്യൂസ് ചർമ്മത്തിൻ്റെ തിളക്കത്തിനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ തുടർച്ചയായിട്ട് കുടിക്കുന്നതിലൂടെ നമ്മളുടെ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ജലദോഷം പോലുള്ള അണുബാധകളെ ചെറുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ക്ലോറജനിക് ആസിഡ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ കൺട്രോൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനും മുരിങ്ങയില ജ്യൂസ് വളരെ നല്ലതാണ്. ശരീരത്തിൽ ആവശ്യത്തിന് രക്തമുണ്ടാകാൻ സഹായിക്കുന്ന ഇരുമ്പ്, വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവയാൽ സമ്പന്നമായതിൽ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ദഹന പ്രക്രിയ സുഗമമാക്കാനും ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പിനെ എരിച്ചു കളയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. വിറ്റാമിൻ എ, സി, ഇ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിന്റെ തിളക്കത്തിനും മുടിയുടെ കരുത്തിനും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇത് റോ ആയിട്ട് കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് അതില്ലെങ്കിൽ പൊടിയുപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കല്ലുപ്പാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ആൻറ്റിബയോട്ടിക് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും നമ്മുടെ കാലിലെ വളങ്കടി, അതുപോലെ തന്നെ കാലിലെ ഇൻഫെക്ഷൻസ് ഒക്കെ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഈ ഉപ്പൂറ്റി വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു മരുന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലി, പെരിച്ചായി എന്നിവയെ തുരത്താനുള്ള നല്ലൊരു കിട്ടിലൻ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ഗ്രാമ്പൂവിൻ്റെ പൗഡറാണ്. ഇതിൻ്റെ ഒന്നും സ്മെല്ല് പ്രാണികൾക്കൊന്നും ഒട്ടും പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 പാരസിറ്റമോൾ നന്നായിട്ടൊന്ന് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെള്ളം പോലെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഉരുട്ടി ബോൾസ് രൂപത്തിലാക്കിയെടുക്കാം. ഇതുപോലൊന്ന് ഉണ്ടാക്കിയിട്ട് സ്ഥിരമായിട്ട് എലി, പെരിച്ചായി വരുന്ന സ്ഥലങ്ങളിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗോതമ്പിൻ്റെയൊക്കെ സ്മെല്ല് കാരണം കൊണ്ട് തന്നെ എലികളെ ആകർഷിക്കും. എന്നാൽ എലികൾ അത് എടുത്ത് കഴിക്കുകയും ചെയ്യും. വയറ് വീർത്ത് ചത്തു പോകാൻ ഇടയാവുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു റെമഡി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഒന്ന് ഉരുളുണ്ടാക്കിയിട്ട് നമുക്ക് സന്ധ്യാസമയത്ത് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ നമ്മളത് കഴിച്ചിട്ടില്ല, എടുത്ത് കളയും വേണം. കോഴികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഞാനിതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആദ്യം വീടിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് എലി വരുന്ന സ്ഥലങ്ങളിലാണ് വെച്ച് കൊടുക്കുന്നത്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാത്രി നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തും എലികൾ വന്നിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടത്. ട്രൈ ചെയ്ത് നോക്കണേ. വീടിൻ്റെ പുറത്തും ശല്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. ചെറുതായിട്ട് നര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യും. അത് മുടി നന്നായിട്ട് നരയ്ക്കാനും മുടി പൊട്ടിപ്പോകാനും മുടി കൊഴിഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസിന് വളരെ കൂടുതലാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കമൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടതായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിവേപ്പിലയാണ് കേട്ടോ. കരിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിനുകൾ ബീറ്റ കരോട്ടിൻ അടങ്ങിയ കരിവേപ്പില മുടിയുടെ സ്വാഭാവിക നില നിലനിർത്താനും അകാല നില തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. കരിവേപ്പിലയിൽ അമിനോ ആസിഡുകൾ മുടിയുടെ ഘടന മെച്ചപ്പെടുത്തുകയും പുതിയ മുടി വളരാൻ സഹായിക്കുന്നു. ഇതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ തലയോട്ടിയിലെ ചൊറിച്ചിലും താരനും ഇല്ലാതാക്കുന്നുണ്ട്. മാത്രമല്ല മുടിക്ക് നല്ല തിളക്കവും നൽകുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണങ്ങിയ മുരിങ്ങ ഇലയാണ്. പിന്നെ ഞാനിവിടെ എടുത്തത് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടുക്. ഇതെല്ലാം നമുക്ക് മുടിക്ക് നല്ല ബലം നൽകാനും വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇരുമ്പ് ചട്ടിയിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കരുത്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലുള്ള ഇരുമ്പ് ചട്ടിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതിൽ ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ മുടിക്കും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള നല്ല ചുവട് കട്ടിയുള്ള അയണിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ഇവിടെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളെ മുരിങ്ങയുടെ വിത്തുകളാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ഓൺലൈനൊക്കെ നമുക്ക് ഇതിൻ്റെ ഡ്രൈഡ് ആയിട്ടുള്ള വിത്തുകൾ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. മുരിങ്ങയിലുള്ളത് പോലെ തന്നെ മുരിങ്ങയുടെ വിത്തുകളിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മുരിങ്ങക്കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടി വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള സിങ്ക്, വിറ്റാമിൻ എ എന്നിവ തലയോട്ടിലെ വരൾച്ച തടഞ്ഞ് താരൻ ഉണ്ടാക്കുന്ന ഫംഗസുകളെ പ്രതിരോധിക്കുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, മുരിങ്ങയിലയിൽ വിറ്റാമിൻ സി മുടിക്ക് ആവശ്യമായ കൊളോജൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അകാല നിര തടയാൻ വേണ്ടിയിട്ടും ഇത് വളരെ നല്ലതാണ്. മുടിയിഴകൾക്ക് ബലവും സ്വാഭാവിക തിളക്കവും നൽകാൻ വേണ്ടിയിട്ട് മുരിങ്ങയില സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയില വിത്ത് അതിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. മുടിക്ക് നല്ല തണുപ്പ് നൽകാനും വളരുന്ന മുടി നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ നല്ലോണം സഹായിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ചിട്ടുണ്ടായിരുന്ന പൊടി ഞാൻ കുറച്ചൊന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറേ നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ മുകളിലുള്ള പതയൊക്കെ ഒന്ന് അടങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുളിച്ച് വരികയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറുപ്പായിട്ട് വരുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. കുറച്ച് സമയത്തിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ല, നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് അരിച്ചൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിലിൽ വെച്ച് കൊടുത്തൊന്ന് ചൂടായതിന് ശേഷം ചെറു ചൂടോടുകൂടെ തന്നെ നമ്മൾ തലയോട്ടിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വരികയാണെങ്കിൽ അകാല നിര തടയാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല ബലമായിട്ട് വരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ആ എണ്ണ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡൈയും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിയിലേക്ക് ഞാൻ കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് വെളുത്ത മുടിയുള്ളവരൊക്കെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഡൈ അടിച്ച് കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹെയർ ഓയിൽ തേച്ചിട്ടും അതുപോലെ തന്നെ ഡൈ ഒക്കെ ചെയ്തിട്ട് നമ്മൾ മുടിയൊക്കെ കറുപ്പിച്ചതിന് ശേഷം
മുടി കഴുകാൻ വേണ്ടിയിട്ട് സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത്. ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ കുറച്ച് പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചിയക്കയുടെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചെറുപയർ പൊടി ആയാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തലയൊക്കെ ഒന്ന് കഴുകി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഉറുമ്പ് ശല്യം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ടാൽക്കം പൗഡർ, കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്ഥിരമായിട്ട് പുളിയുറുമ്പ് അതുപോലെ തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഈ റെമഡി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.